ഇറാനും ഗൾഫ് രാജ്യങ്ങളും ഈ പേരുകൾ നമ്മൾ വാർത്തകളിൽ ഒരുപാട് കേട്ടിട്ടുണ്ട് അല്ലേ? ഒരു വശത്ത് ഇറാൻ, മറുവശത്ത് സൗദിയും UAEയും പോലുള്ള രാജ്യങ്ങൾ. എപ്പോഴും ഒരു സംഘർഷത്തിന്റെ വക്കിലാണ് കാര്യങ്ങൾ. പക്ഷേ നമ്മൾ കേൾക്കുന്ന ഈ സൈനിക ഭീഷണിക്കും ശത്രുതയ്ക്കും അപ്പുറം ഇതിന്റെ പിന്നിൽ അധികമാരും സംസാരിക്കാത്ത ചില ഭയങ്ങളുണ്ട്. എന്താണാ മറഞ്ഞിരിക്കുന്ന സത്യം? നമുക്കൊന്ന് ആഴത്തിൽ നോക്കാം. അപ്പോ എന്താണ് ഈ കഥയുടെ ഒരു ഔദ്യോഗിക വേർഷൻ? നമ്മളോടൊക്കെ പറഞ്ഞു വെച്ചിരിക്കുന്നത് എന്താണെന്ന് വെച്ചാൽ ഇറാന്റെ ആയുധങ്ങൾ, അവരുടെ മിസൈലുകൾ, പിന്നെ നൂറ്റാണ്ടുകൾ പഴക്കമുള്ള ഷിയ സുന്നി തർക്കങ്ങൾ, ഇതൊക്കെയാണ് ഗൾഫ് രാജ്യങ്ങളുടെ പ്രധാന തലവേദന എന്നാണ്. ഇതാണ് നമ്മൾ സ്ഥിരമായി കേൾക്കുന്ന കഥ. പക്ഷേ ഒന്നാലോചിച്ചു നോക്കൂ, ഈ പേടിയുടെ യഥാർത്ഥ കാരണം ഇറാന്റെ ശക്തിയല്ല, മറിച്ച് ഗൾഫ് രാജ്യങ്ങളുടെ ഉള്ളിലെ ഒരു ബലഹീനതയാണെങ്കിലോ? ഈയൊരു ചോദ്യമാണ് നമ്മളിന്ന് വിശദമായി പരിശോധിക്കാൻ പോകുന്നത്. ഓക്കേ, അപ്പോൾ നമുക്ക് ആദ്യം എല്ലാവരും പറയുന്ന ആ ഔദ്യോഗിക കാരണങ്ങളിലേക്ക് ഒന്ന് നോക്കാം. എന്തൊക്കെയാണ് ഗൾഫ് രാജ്യങ്ങൾ ഇറാനെ ഭയക്കുന്നു എന്ന് പരസ്യമായി പറയുന്ന കാര്യങ്ങൾ? ഏകദേശം 9 കോടി. അതാണ് ഇറാനിലെ ജനസംഖ്യ. ഇനി നിങ്ങളൊന്ന് ഓർത്തു നോക്കൂ, ഗൾഫ് രാജ്യങ്ങളിലെ സ്വദേശികളുടെ എണ്ണം മുഴുവൻ ഒരുമിച്ചു കൂട്ടിയാൽ പോലും ഇതിന്റെ അടുത്തു വരില്ല. ഇത്രയും വലിയൊരു ജനസംഖ്യ എന്ന് പറഞ്ഞാൽ അത് വലിയൊരു ആഭ്യന്തര കമ്പോളമാണ്, വലിയൊരു മനുഷ്യ വിഭവശേഷിയാണ്. അപ്പോ ഇറാൻ ഒരു ഭീഷണിയല്ല എന്നല്ല ഞാൻ പറയുന്നത്, തീർച്ചയായുമാണ്. അവരുടെ കയ്യിലുള്ള മിസൈലുകള്, ഡ്രോണുകള്, പിന്നെ നമ്മൾ കേൾക്കുന്ന ഹിസ്ബുല്ല, ഹൂത്തികൾ, അതായത് മറ്റു രാജ്യങ്ങളിൽ ഇറാന് വേണ്ടി പ്രവർത്തിക്കുന്ന ഗ്രൂപ്പുകള്, ഇതൊക്കെ വലിയൊരു തലവേദന തന്നെയാണ്. ലോകത്തിലെ എണ്ണ വ്യാപാരത്തിന്റെ പ്രധാന പാതയായ ഹോർമസ് കടലിടുക്കിന്റെ നിയന്ത്രണം, പിന്നെ രാജഭരണത്തിനെതിരായ ഇറാന്റെ വിപ്ലവാശയം, ഇതെല്ലാം ഗൾഫ് ഭരണാധികാരികളെ ശരിക്കും പേടിപ്പിക്കുന്ന കാര്യങ്ങളാണ്. പക്ഷേ ഈ കാണുന്ന സൈനിക ശക്തി പ്രകടനം ഒരുപക്ഷേ ഇതിലും വലിയൊരു സത്യം മറച്ചുവെക്കാനുള്ളൊരു മറ മാത്രമാണോ? അപ്പോ നമുക്ക് മറയൊന്ന് മാറ്റി നോക്കാം. എന്താണ് പുറമേക്ക് കാണുന്ന ഈ തിളക്കത്തിനടിയിൽ, ഗൾഫിന്റെ ഉള്ളിൽ ഒളിഞ്ഞിരിക്കുന്ന ആ ബലഹീനത? ഗൾഫ് സമ്പദ്വ്യവസ്ഥയുടെ ആണിക്കല്ല് എവിടെയാണ് ഇളകുന്നത് എന്ന് മനസ്സിലാക്കാൻ UAEയുടെ കാര്യം മാത്രമെടുത്താൽ മതി. അവിടുത്തെ ജനസംഖ്യയുടെ 90% വിദേശികളാണ്. ഒന്ന് ചിന്തിച്ചു നോക്കൂ, കെട്ടിടം പണിയുന്നത്, ബിസിനസ് നടത്തുന്നത്, നമ്മുടെ ദൈനംദിന ജീവിതം മുന്നോട്ടു പോകുന്നത് പോലും ഈ വിദേശികളെ ആശ്രയിച്ചാണ്. ഒരു പ്രതിസന്ധി വന്നാൽ ഈ ആശ്രിതത്വം എത്ര വലിയൊരു അപകടമായി മാറും? ഇവിടെയാണ് ഗൾഫും ഇറാനും തമ്മിലുള്ള ആ അടിസ്ഥാനപരമായ വ്യത്യാസം നമുക്ക് കാണാൻ പറ്റുന്നത്. ഒരു വശത്ത് ഗൾഫ് രാജ്യങ്ങൾ ഭക്ഷണത്തിന്, തൊഴിൽ ശക്തിക്ക്, എന്തിന് സ്വന്തം പ്രതിരോധത്തിന് വരെ പുറം ലോകത്തെയാണ് ആശ്രയിക്കുന്നത്. മറുവശത്ത് ഇറാൻ. അവർക്ക് സ്വന്തമായി കൃഷി ചെയ്യാൻ ഭൂമിയുണ്ട്, വലിയൊരു തദ്ദേശീയ ജനസംഖ്യയുണ്ട്, സ്വന്തമായി ആയുധങ്ങളുണ്ടാക്കുന്നു, പിന്നെ മലനിരകൾ ഒരു സ്വാഭാവിക കോട്ട പോലെ സംരക്ഷിക്കുന്നുമുണ്ട്. അതായത് ചുരുക്കി പറഞ്ഞാൽ ഗൾഫിന്റെ സൈനിക ശക്തി കടം വാങ്ങിയതാണ്. അമേരിക്കൻ ബേസുകളും പാശ്ചാത്യ ആയുധങ്ങളുമില്ലെങ്കിൽ അവർ ദുർബലരാണ്. പക്ഷേ ഇറാന്റെ കാര്യം അങ്ങനെയല്ല. വർഷങ്ങളോളം ഉപരോധം നേരിട്ടിട്ടും അവർ സ്വന്തമായി ഡ്രോണുകളും മിസൈലുകളും ഉണ്ടാക്കാൻ പഠിച്ചു. അവരുടെ ശക്തി അത് അവരുടേത് തന്നെയാണ്. ഇനി നമ്മൾ ഈ വിശകലനത്തിന്റെ ഏറ്റവും പ്രധാനപ്പെട്ട ഭാഗത്തേക്ക് കടക്കുകയാണ്. ഇത് സൈന്യത്തെക്കുറിച്ചോ ജനസംഖ്യയെക്കുറിച്ചോ മാത്രമല്ല. ഇത് പച്ചയായ പണത്തെക്കുറിച്ചാണ്, സാമ്പത്തിക ഭയത്തെക്കുറിച്ചാണ്. നിങ്ങൾ ശ്രദ്ധിച്ചിട്ടുണ്ടോ എന്നറിയില്ല, ഗൾഫിന്റെ, പ്രത്യേകിച്ച് ദുബായിയുടെയൊക്കെ ഈ അവിശ്വസനീയമായ വളർച്ച സംഭവിച്ചത് ഇറാൻ ഉപരോധം കൊണ്ട് പൂട്ടിയിടപ്പെട്ട ഒരു കാലഘട്ടത്തിലാണ്. ലോകത്തിന് ഇറാനുമായി നേരിട്ട് ബിസിനസ് ചെയ്യാൻ പറ്റാതായപ്പോൾ ദുബായ് ഒരു ഇടനിലക്കാരനായി. അതിലൂടെ അവർ ശരിക്കും കോടികൾ കൊയ്തു. അപ്പോ ഗൾഫ് ഭരണാധികാരികളുടെ ഏറ്റവും വലിയ പേടിസ്വപ്നം എന്താണെന്നറിയോ? നാളെ ഇറാന്റെ മുകളിലുള്ള ഉപരോധങ്ങളെല്ലാം എടുത്തുമാറ്റുന്നു എന്ന് വയ്ക്കുക. എന്ത് സംഭവിക്കും? 1. ഇറാന്റെ വിപണി ലോകത്തിനു മുന്നിൽ തുറക്കപ്പെടും. 2. ആ 90 കോടി ജനങ്ങളുള്ള വലിയ മാർക്കറ്റിലേക്ക് ലോകം മുഴുവനുമുള്ള കമ്പനികൾ പണവുമായി ഓടിയെത്തും. 3. സ്വാഭാവികമായും ദുബായിലേക്കും മറ്റ് ഗൾഫ് രാജ്യങ്ങളിലേക്കും വന്നുകൊണ്ടിരുന്ന നിക്ഷേപം വഴിമാറി ഇറാനിലേക്ക് പോകും. അതവരുടെ സാമ്പത്തിക വ്യവസ്ഥയുടെ നട്ടെല്ലൊടിക്കും. ഇവിടെയാണ് കാര്യങ്ങൾ കൂടുതൽ സങ്കീർണമാകുന്നത്. ഇറാൻ ഒരേ സമയം ഗൾഫ് രാജ്യങ്ങൾക്ക് ഒരു ശത്രുവും അതേസമയം ഒരു രക്ഷാകവചവുമാണ്. അതെങ്ങനെയെന്നല്ലേ നമുക്ക് നോക്കാം. ഒന്ന് ചിന്തിച്ചു നോക്കൂ. ഇറാൻ ആക്രമിക്കാൻ വരുന്നു എന്ന് പറഞ്ഞാണ് അവർ ബില്യൺ കണക്കിന് ഡോളറിന്റെ ആയുധങ്ങൾ വാങ്ങിക്കൂട്ടുന്നത്. അമേരിക്കയുടെ സൈനിക സഹായം ഉറപ്പാക്കുന്നതും ഇതേ കാരണം പറഞ്ഞാണ്. പോരാത്തതിന് രാജ്യത്തെ അഴിമതിയെക്കുറിച്ചോ തൊഴിലില്ലായ്മയെക്കുറിച്ചോ ജനങ്ങൾ ചോദ്യം ചെയ്യാൻ തുടങ്ങുമ്പോൾ അതിലും വലിയ ശത്രു പുറത്തുണ്ട് എന്ന് പറഞ്ഞ് ശ്രദ്ധ തിരിക്കാൻ ഈ ഇറാൻ കാർഡ് അവരെ സഹായിക്കുന്നു. അപ്പോ നമ്മളിവിടെ കാണുന്നത് ഭയത്തിന്റെ 2 മുഖങ്ങളാണ്.
പുറമേക്ക് അവർ പറയുന്നത് ഇറാന്റെ മിസൈലുകളെക്കുറിച്ചാണ്. പക്ഷേ ഉള്ളിന്റെ ഉള്ളിൽ അവർ പേടിക്കുന്നത് സ്വന്തം കസേര ഇളകുമോ എന്നാണ്. ഇറാൻ തകർന്നിട്ട് അവിടെ ഒരു ജനാധിപത്യം വന്നാൽ അത് തങ്ങളുടെ ജനങ്ങൾക്കും ഒരു പ്രചോദനമാകുമോ എന്ന ഭയം. അപ്പോ യഥാർത്ഥത്തിൽ അവരാരെയാണ് പേടിക്കുന്നത്? ഇറാനെയോ അത് സ്വന്തം ജനങ്ങളെയോ? അതുകൊണ്ടാണ് നമ്മൾ പറയുന്നത് ഇറാൻ അവരുടെ പേടി സ്വപ്നവും അതേസമയം കവചവുമാണെന്ന്. ഇറാൻ ശക്തനാകുന്നത് അവർക്ക് പേടിയാണ്. എന്നാൽ ഇറാൻ എന്നൊരു ശത്രു ഇല്ലാതാകുന്നത് അത് അതിനേക്കാളും വലിയ പേടിയാണ്. കാരണം ആ ശത്രുവിന്റെ പേര് പറഞ്ഞാണ് അവർ ഇത്രയും കാലം തങ്ങളുടെ അധികാരത്തെ ന്യായീകരിച്ചിരുന്നത്. അപ്പോ അവസാനത്തെ ചോദ്യം ഇതാണ്: ഇങ്ങനെ ഒരു സൗകര്യപ്രദമായ ശത്രു ഇല്ലാതായാൽ ഗൾഫ് രാജ്യങ്ങളുടെ ഭാവി എന്തായിരിക്കും? അവരുടെ നിലനിൽപ്പ് എന്തിനെ ആശ്രയിച്ചായിരിക്കും? ഇതൊരു വലിയ ചോദ്യചിഹ്നമായി ഇവിടെ അവശേഷിക്കുകയാണ്. അടുത്ത തവണ കാണുന്നതുവരെ ചിന്തിക്കുക.